ഈ ശാസ്ത്രജ്ഞൻ ഒരു നക്ഷത്ര മത്സ്യത്തിന്റെ കൈ മുറിച്ചെടുത്തു. അതിൽ നിന്ന് ഒരു കഷ്ണം മാംസം വേർതിരിച്ചെടുക്കാൻ അദ്ദേഹം ഒരു രാസലായനിയിലിട്ടു. അങ്ങനെ അദ്ദേഹത്തിന് പുനരുജ്ജീവന ജീൻ ലഭിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ജെല്ലിഫിഷിൽ നിന്ന് പച്ച ജീൻ കണ്ടെത്തി. ഈ ജീനിന് ജീവൻ തിരികെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അടുത്തതായി അദ്ദേഹം ഒരു കടൽ വെള്ളരിയിൽ നിന്ന് ദ്രാവകം ശേഖരിച്ചു. ഈ ദ്രാവകമായിരുന്നു ചർമ്മം കട്ടിയാക്കുന്നതിനുള്ള താക്കോൽ. ഈ ജീനുകളുടെ വിവിധ മിശ്രിതങ്ങൾ ശാസ്ത്രജ്ഞൻ തുടർന്നും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ഒരു സൂപ്പർ ഹ്യൂമൻ സീറം ഉണ്ടാക്കി. അദ്ദേഹം ആ സീറം സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ശാസ്ത്രജ്ഞന് യാതൊരു സൂപ്പർ പവറും ലഭിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് ഗർഭിണിയായി. അവരുടെ മകൻ ജനിച്ചപ്പോൾ അവന്റെ ചർമ്മം പച്ച നിറത്തിലായിരുന്നു. അവന് ദേഷ്യം വരുമ്പോഴെല്ലാം അത് മാറിക്കൊണ്ടിരുന്നു. ശാസ്ത്രജ്ഞൻ തന്റെ മകന്റെ ജീനുകൾ പഠിച്ചു. അവ രാക്ഷസ ജീനുകളാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. മകനെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ അബദ്ധത്തിൽ ഭാര്യയെ കൊന്നു. മകൻ വളർന്നു വലുതായി. അവനും ഒരു ശാസ്ത്രജ്ഞനായി. ഒരു ദിവസം അവന്റെ സഹപ്രവർത്തകൻ ഒരു ഗാമാ റേ ഉപകരണം നന്നാക്കുകയായിരുന്നു. അബദ്ധത്തിൽ ഉപകരണം ഷോർട്ട് സർക്യൂട്ടായി. മെഷീൻ പ്രവർത്തിക്കുകയും ആ മനുഷ്യന് ശക്തമായ റേഡിയേഷൻ ഏൽക്കുകയും ചെയ്തു. അത്ഭുതകരമായി അവന്റെ ശരീരത്തിന് യാതൊരു പരിക്കും സംഭവിച്ചില്ല. ആ രാത്രി തന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യം അവൻ ഓർമ്മിച്ചു. വേദനിപ്പിക്കുന്ന ആ ഓർമ്മ അവന് വലിയ ദേഷ്യം വരുത്തി. അടുത്ത നിമിഷം അവൻ പൂർണ്ണമായും ഹൾക്കായി മാറി.